നമ്മുടെ വിജയണ്ണന് അത്ര നല്ല കാലമല്ല അല്ലേ? വിജയണ്ണനെ സംബന്ധിച്ച് അത്ര നല്ല കാലമല്ല. ജനനായകൻ എന്ന ഏറ്റവും വലിയ ഹൈപ്പിലൊക്കെ ഇറങ്ങിയ ചിത്രമായിരുന്നു. ചിത്രം ഇട്ടിറങ്ങിയോ അതില്ല, പെട്ടിക്കകത്തായിപ്പോയി. ആകപ്പാടെ ഇറങ്ങുമോ ഇറങ്ങത്തില്ലയോ എന്നുള്ളത് സംശയകരമായിരിക്കുന്ന സമയത്തിങ്കൽ തൻ്റെ ഭാര്യ സംഗീത വിജയ് കൊണ്ടുവന്ന് പരാതി കൊണ്ടു കൊടുക്കുന്നു. എന്തിന്? വിവാഹമോചനം. അതിനകത്ത് ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. വിജയ് പോലെ ഒരു നടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വക്കീലുമാർ കൊടുത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കാം. ക്രൂരമായി പെരുമാറ്റം, പരസ്ത്രീ ബന്ധം. പരസ്ത്രീ ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തമിഴിലെ തന്നെ പ്രമുഖയായ ഒരു നടിയുമായി പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നു. അത് 2021 താൻ കണ്ടുപിടിച്ചെന്നും അത് വിലക്കിയിട്ട് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടും വിജയ് ആ ബന്ധം തുടർന്നു. അതിൻ്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് സംഗീത കേസ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് 2 മക്കൾ. കഴിഞ്ഞ ദിവസം മകൻ അൺഫോളോ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പം കുടുംബജീവിതം ആകപ്പാടെ കലങ്ങി തെളിഞ്ഞു നിൽക്കുന്ന സമയത്തെങ്കിൽ ജനനായകനും പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യുന്നു. വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം ഈ പ്രമുഖ നടി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ട് പലരും തിരക്കി നടന്നിട്ടുണ്ട്. അന്ന് പലരും പറഞ്ഞ പേര് തൃഷയുടെ പേരാണ്. തൃഷയുടെ പേര് പറയാനുള്ളൊരു കാരണം തൃഷയും വിജയുമായിട്ട് എന്തൊക്കെയോ ചില ചുറ്റിക്കളികളുണ്ട് എന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചേക്കുന്ന കാര്യമാണ്. അപ്പം വിജയുടെ ഭാര്യ ഇങ്ങനെ ഒരു ആശയം ഉന്നയിച്ചപ്പം വേറെ ആരും തിരക്കി പോകേണ്ട കാര്യം വന്നില്ല. പ്രമുഖ നടി എന്ന് പറയുമ്പോൾ സാധാരണ കേസിൽ പല നടിമാരുടെയും പുറകെ നമ്മൾ പോകാറുണ്ട്. അവരെല്ലാം ഏറിക്കയറുന്ന അവസ്ഥയാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ആരും വേറെ നടിമാരെ ആരെയും കയറിപ്പോയില്ല. നമ്മുടെ തൃഷ ആൻറ്റിയെ തന്നെ ഏറിക്കയറ്റുന്ന അവസ്ഥ വന്നു. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു. തൃഷ അൺഫോളോ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നായിരുന്നു. വിജയെ തൃഷ അൺഫോളോ ചെയ്തു. പക്ഷേ ഇപ്പം അറിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൽപ്പാത്തി എ സുരേഷ്, നിർമ്മാതാവും വൻ വ്യവസായിയൊക്കെ ആയ കൽപ്പാത്തി എ സുരേഷിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു. അപ്പം അങ്ങനെ പ്രമുഖ താരങ്ങൾ വന്ന കൂട്ടത്തിൽ നമ്മുടെ വിജയണ്ണനും എത്തി. വിജയണ്ണൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തൃഷ ആൻറ്റിയും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വീഡിയോകളും ഫോട്ടോഗ്രാഫും ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെ. ഒരുപക്ഷെ നമ്മൾ ഈ പുറത്തു വരുന്ന വാർത്തകളെല്ലാം കള്ളമാകാം, അല്ലെങ്കിൽ എല്ലാം പുറത്തു വന്നു, ഇനി ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് നിന്നാൽ എന്താണ് പ്രശ്നം എന്നുള്ള അവരുടെ ഏതോ വികാരമാകാം. എന്തു തന്നെയായാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് കല്യാണത്തിന് വിവാഹ വിരുന്നിന് പങ്കെടുത്തത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമ്മളെ സംബന്ധിച്ച് പെരുത്ത സന്തോഷം, ആരാധകരെ സംബന്ധിച്ചും പെരുത്ത സന്തോഷം. കാരണം തൃഷയും വിജയണ്ണനും തൃഷയും കൂടെ ഒന്നിച്ചു ചേരാൻ ആരാധകർ കൂടുതൽ ആഗ്രഹിക്കുന്ന സമയമാണല്ലോ. പ്രത്യേകിച്ച് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയ പ്രവേശനവും ഇതൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെയോ ബന്ധങ്ങളുണ്ട്. കാരണം വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ വന്ന ചിലർക്കൊക്കെ ഉറക്കം കെടുത്തും എന്ന് ചിലരുടെ ഒരു തോന്നൽ. അതുതന്നെയാകാം കാരണം. തമിഴ്നാടാണ്. തമിഴ്നാട് ഇതൊരു എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും 2-3 ഭാര്യമാരൊക്കെ ഉള്ള, അവിടെ നിന്ന് ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല കേരളത്തിലെ അപേക്ഷിച്ച് കേട്ടോ. അതുപോലെ സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ കഥകളൊക്കെ ഒത്തിരി പുറത്തു വരാറുമുണ്ട്. അപ്പം അതൊന്നും വിജയണ്ണനെയോ തൃഷ ആൻറ്റിയോ ഒന്നും ഏശിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകളും ഇവരുടെ പ്രകടനമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. രണ്ടുപേരും
വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇത് കണ്ടു കഴിയുമ്പം വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് ഏതായാലും ഒന്നും കൂടെ വാശി കൂടാനേ ഇതൊക്കെ സഹായിക്കത്തുള്ളൂ. ഇത് തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ. കോടികളുടെ കാശ് കൊടുത്ത് വിവാഹബന്ധം വേർപെടുത്താനായിരിക്കും വിജയും ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പം വിജയ് തൃഷ കൂട്ടുകെട്ടിൻ്റെ സംഭവവികാസങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു വീഡിയോകളെല്ലാം പ്രചരിക്കുന്നത്. ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും സജീവമാകട്ടെ അല്ലേ. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വാർത്തകൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നിറഞ്ഞു നിൽക്കുക. കുറച്ച് നാൾ നമ്മൾ വെറുക്കും, പിന്നെ വെറുത്ത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതൊക്കെ തന്നെയാണ് ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. ജനനായകൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിലീഫ് മാളി, രാഷ്ട്രീയ പ്രവേശനവും അല്പം പാളി കിടക്കുകയാണ്. ഇനിയെല്ലാം ജനഹിതം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതിനനുസരിച്ച് നടക്കും. നമ്മൾ മനസ്സിൽ കരുതുന്ന പോലെയല്ല. തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യനും മനസ്സിലാവില്ല. അതാണ് അവസ്ഥ. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം.